ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. കുറഞ്ഞ ചേരുവകൾ വെച്ച് ഹെൽത്തി ആയ രീതിയിൽ എങ്ങനെയാണ് ഒരു ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കാം. പലതരം വെറൈറ്റി ബിരിയാണികളൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുള്ള എല്ലാവരും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെ എങ്ങനെയാണ് ഹെൽത്തി ആയ രീതിയിൽ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥരേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട്. ആദ്യമായി ചിക്കനിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ്. ഇനി കഷ്ണങ്ങളാക്കി ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് ചതച്ചെടുക്കണം. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചതച്ചെടുത്തിട്ട് വരാം. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം ചിക്കൻ മസാല, 1 ടീസ്പൂണോളം ഗരം മസാല, ഉപ്പ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് സവാള 2 എണ്ണം കനം കുറച്ച് അരിഞ്ഞതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചെറുനാരങ്ങ കൈവശമുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. സുർക്ക കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മസാല നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ കുക്കറിലിട്ടിട്ട് 2 വിസിലൊന്ന് അടിച്ചെടുക്കാം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ചിക്കൻ കുക്കായി വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് അരി കൂടി കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് അരി വേവിച്ചെടുക്കാനായിട്ട് പോകുന്ന വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, ബേ ലീഫ്, കുരുമുളക് തുടങ്ങിയ സ്പൈസസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. അരി വേവിച്ചെടുക്കുന്ന സമയത്തോ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്തോ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ്റെ മിക്സ് മാറ്റി കൊടുക്കാം. വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോറാണ്. അതുകൂടി ഇതിന് മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചോറെല്ലാം ചിക്കന് മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മുകളിലേക്ക് മല്ലിയിലയാണ് വിതറിക്കൊടുക്കുന്നത്. മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് 20 മിനിറ്റോളം ചെറു തീയിൽ കുക്ക് ചെയ്തെടുക്കാം. ഹെൽത്തിയായ രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു ബിരിയാണി റെസിപ്പിയാണ് ഇത്. ഈ രീതിയിൽ ബിരിയാണി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ദാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.